ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2019 ഡിസംബറിലാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് ബിന്നി. ഞാൻ അയർലൻഡിൽ ആയിരിക്കുന്നു, കുടുംബമായിട്ടായിരിക്കുന്നു. ഞാനിവിടെ 2019 യൂട്യൂബിലൂടെ ആണ് കൃപാസനത്തെപ്പറ്റി ഞാൻ അറിയുന്നത്. അന്ന് ഞാനൊരു പെന്തക്കോസ്ത വിശ്വാസിയായിരുന്നു. അതിനുശേഷം ഏകദേശം 18 വർഷത്തോളം പെന്തക്കോസ്ത വിശ്വാസത്തിൽ ആയിരുന്ന ഞാൻ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ദൈവം അനുവദിച്ചു തന്നു. രണ്ടാമത്തത്, ഞങ്ങൾ അങ്കമാലിയിലായിരുന്നു നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അന്ന് പെന്തക്കോസ്ത വിശ്വാസികളോടായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളുമൊക്കെ. ഞങ്ങളുടെ വീട് നോക്കിക്കൊണ്ടിരുന്ന ഒരു പെന്തക്കോസ്ത പാസ്റ്ററായിരുന്നു. ഞാൻ അയർലൻഡിൽ നിന്ന് വന്ന സമയത്ത് ആ പാസ്റ്റർ എനിക്ക് ഭക്ഷണമൊക്കെ തന്നു. അതിനുശേഷം ഞാൻ ഇവിടേക്ക് കടന്നു വരുവാനും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനിടയായി. അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ആലപ്പുഴ പോയതാണെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അയർലൻഡിൽ ചെന്ന് പെന്തക്കോസ്താരുടെ പ്രാർത്ഥനകളൊക്കെ നിർത്തി 2020 ഞാൻ കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ ഈ ഉടമ്പടി സാക്ഷ്യം പറയുന്നവരോട് തന്നെ മാതാവിനോടൊരു മാപ്പ് ചോദിക്കുന്നു. ഞാൻ ഇതിനു മുമ്പ് 2 വർഷം 2 തവണയായിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ആ ഒരു ശ്രമത്തിലായിരുന്നു. എന്നാൽ അന്നൊന്നും നടക്കാതിരുന്നത് ഇന്ന് മാതാവ് അനുവദിച്ചതിനെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, അങ്കമാലിയിൽ ഞങ്ങൾ 11 വർഷത്തോളം ഞങ്ങളവിടെ താമസമായിരുന്ന സമയത്ത് ഞാൻ ഏകദേശം 4 വർഷക്കാലം എല്ലാ മാസവും പല ദിവസങ്ങളിലായി ഉപവസിച്ച് ആ സ്ഥലം വിൽക്കുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചിരുന്നു. എന്നാൽ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 10 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോടൊരു വില പറഞ്ഞു. മാതാവ് ആ വില തന്നെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. അതിൽ തന്നെ എൻ്റെ മകൻ്റെ പഠന വിഷയത്തിൽ അവന് വലിയ ഭാരമായിരുന്നു. അവന് വിദ്യാഭ്യാസത്തിൽ അവന് മുന്നേറുവാൻ സാധിക്കാതിരുന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച നിയോഗമായിരുന്നു. അത് ദൈവം സാധിച്ചു തന്നു. അവനെ വിദ്യാഭ്യാസത്തിൽ മുന്നേറുവാൻ സഹായിച്ചു. പിന്നീട് അയർലൻഡിൽ ഞങ്ങൾ 18 വർഷത്തോളമായി താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 2021 ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് ഒഴിഞ്ഞു കൊടുക്കണമെന്നും അവർക്കത് വിൽക്കുവാൻ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒഴിപ്പിക്കാൻ നോക്കി. ഞങ്ങൾ ഒത്തിരി ഉപവസിച്ചും പ്രാർത്ഥിച്ചു നിന്നിട്ടും അത് വിൽക്കാൻ സാധിച്ചില്ല. അത് ഞങ്ങൾക്ക് വീട് കിട്ടുവാൻ സാധിച്ചില്ല. അവസാനം മാതാവിനോട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവ് ആ വ്യക്തിയോട് ഇടപെട്ട് 1 വർഷത്തിന് ശേഷം പറയാനിടയായി, നിങ്ങൾ അവിടെ തന്നെ താമസിച്ചു എന്ന് പറയാനിടയായി. ഞാൻ മാതാവിനോട് പറഞ്ഞു, അദ്ദേഹം വാടക കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു തുക മാതാവിനോട് പറഞ്ഞു, അതിൽ കൂടുതൽ ചോദിക്കാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ തുകയ്ക്ക് തന്നെ വാടക വീട് ഞങ്ങൾ കിട്ടുവാനിടയായി. അതിനുശേഷം ഞങ്ങൾ അയർലൻഡിൽ വീട് മേടിക്കുവാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചു. അങ്ങനെ മാതാവിൻ്റെ മധ്യസ്ഥയാൽ ഞങ്ങൾക്ക് അയർലൻഡിൽ വീട് മേടിക്കുവാനായിട്ട് ഇടയായി. അതും മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ അന്ന് തന്നെയാണ് ഞങ്ങൾക്കതിൻ്റെ കീ കിട്ടുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വിഷയത്തിൽ ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ക്യാൻസറാണെന്ന് പറഞ്ഞ സ്ഥിതിയിൽ എന്നെക്കൊണ്ട് ബയോപ്സിയൊക്കെ എടുപ്പിച്ചു. എന്നാൽ 2020 സൂം മീറ്റിങ്ങിൽ ഞാൻ ജോസഫ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാനിടയായി. അങ്ങനെ അത് ബയോപ്സി എടുത്തതിന് ശേഷം അത് അങ്ങനെ ഒന്നുമില്ല എന്ന് തെളിയുവാനായിട്ടിടയായി. മാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു അനുജൻ ബൈക്ക് ആക്സിഡൻറ്റിൽപ്പെട്ട് അവൻ്റെ തലച്ചോറിന് ക്ഷതം ഉണ്ടാകാനിടയായി. അതിനുശേഷം അവൻ്റെ
അവന് ഓർമ്മശക്തിയെല്ലാം നശിച്ചു പോയി. ശേഷം അവൻ്റെ വൈഫിനെ അവൻ ഡൈവോഴ്സ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവൻ നടക്കുകയായിരുന്നു. ഒരിക്കൽ 2 വർഷം മുമ്പ് എൻ്റെ കൂടെ ഞാൻ അവനെയും വിളിച്ചുകൊണ്ട് വന്നപ്പോൾ അവൻ ഉടമ്പടിയിൽ എഴുതി വെക്കുന്ന വിഷയം എൻ്റെ വൈഫിനെ ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണെന്നും പറഞ്ഞു. അപ്പം ഞാൻ അവനെ വഴക്ക് പറഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന കൗൺസിലിംഗ് മെമ്പർ എന്നോട് പറഞ്ഞു, അവൻ്റെ അഹങ്കാരം കൊണ്ടാണത് പറയുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി അതൊന്നും ഉണ്ടാകാതെ ദൈവം ആ കുടുംബത്തെ ദൈവം പോറ്റുന്നു. ദൈവത്തിന് നന്ദി. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാനവിടെ അയർലൻഡിൽ ജോലിയോടുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലായിരിക്കുന്നു. അപ്പോൾ രോഗികളെയൊക്കെ അവിടെ പലപ്പോഴും ശുശ്രൂഷിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ, എനിക്ക് ശുശ്രൂഷിക്കാൻ വേണ്ടതായ ആൾക്കാരെ നീ അവിടുന്ന് തരണമേ, പേഷ്യൻസിനെ തരണമേ എന്ന്. അങ്ങനെ അവരോട് നല്ല രീതിയിൽ ഇടപെടുവാനും അവർക്ക് നല്ല രീതിയിൽ സേവനം ചെയ്യുവാനായിട്ടും സാധിക്കുന്നുണ്ട്. പിന്നെ പള്ളിയിൽ പോകുവാനായിട്ടൊക്കെയും സാധിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 1.5 മാസത്തോളമായി. ഇതിനിടയിൽ മാത്രം ഞാൻ പള്ളിയിൽ പോകാൻ സമയം കിട്ടാതെ പോയി. കാരണം ഞാനിപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിച്ചിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് പള്ളിയിൽ പോകാൻ സാധിക്കാതെയായി. അല്ലെങ്കിൽ ഞാൻ മിക്കവാറും അവിടെ പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പരിശുദ്ധ കുർബാനയോടുള്ള ആഭിമുഖ്യം ദൈവം എനിക്ക് വിശ്വാസത്തോടെ തന്നു. ദൈവം എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് പത്രം വിതരണം ചെയ്തത് അയർലൻഡിൽ ഞാൻ ഇവിടുന്ന് ധ്യാനം കൂടി അവിടെ ചെന്നതിന് ശേഷം പ്രാർത്ഥിച്ച് അതെല്ലാം കൊണ്ട് കൊടുക്കുവാനായിട്ടിടയായി. ഇത്രയും ചെയ്ത എല്ലാ നന്മകളെയും ഓർത്തുകൊണ്ട് പ്രത്യേകം ദൈവത്തിനും മാതാവിനും 1000 നന്ദി പറയുന്നു.